ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു ട്രേഡ് ഈ ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിലും സെൻസസറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓപ്പർച്യൂണിറ്റി പിക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സ്പോട്ട് ബേസിലല്ല സംസാരിക്കുന്നത്, ഞാൻ സ്ട്രൈക്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. സ്ട്രൈക്കിൽ ഞാൻ കൊടുത്ത പ്രൈസിൽ നല്ലൊരു എൻട്രി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. സ്പോട്ടിലാകുമ്പോൾ നല്ല മൂവ്മെൻറ്റ് സീലിക്ക് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കുറച്ച് നേരം ക്യാൻഡിൽസ് നിൽക്കണം എന്നാണ് പറയാറ്. അത് ഓട്ടോമാറ്റിക്കാണ് നിന്നിട്ടുണ്ട്. പിന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു SL പോയിട്ടാവും ചിലപ്പോൾ ഉണ്ടാവും. സ്പോട്ട് ബേസ് ചെയ്യുമ്പോൾ SL പോയിട്ടാണ് കയറുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെ SL പോയിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ സ്പോട്ടിൽ പോയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തവർക്ക് ഈസി നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും സൈഡിലേക്ക്. ഇന്നലെ നമ്മൾ പിന്നെ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുകൊണ്ടാണ് നിർത്തിയത്. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മോർണിംഗിലും ഈവനിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളതാണ്. ബിറ്റ് കോയിൻ കൊടുത്തിട്ടില്ല. ബിറ്റ് കോയിൻ സ്റ്റിൽ പെൻഡിങ്ങിലാണ്, കൊടുക്കാൻ പറ്റണില്ല. ആദ്യത്തെ പ്രീമിയം ഹൈ ആണ്. ഇനി നമുക്ക് ഇന്നുണ്ടായിരുന്ന സ്ട്രൈക്കുകൾ ഇത്രയാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ അനുസരിച്ചായിട്ടായിരുന്നു ട്രേഡ് ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കൊന്ന് ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നത് PEയിലേക്കായിരുന്നു. PEയിലേക്ക് നമുക്ക് 250 PE നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത്. 10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് എക്സിറ്റ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് SL പോകും. കോസ്റ്റ് വാഷ് അത് അടുപ്പിക്കാനുള്ള കുറേ വകുപ്പുണ്ട്. 10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കോസ്റ്റ് വാഷ് അടിക്കുക, അത്രയുള്ള കാര്യം. അങ്ങനെ തന്നെയാണ് സെൻസസിൽ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഈ 10 മിനിറ്റിൽ നമുക്ക് ചെറിയൊരു ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് വാഷ് വരും ഇന്നത്തെ ദിവസം കേട്ടോ. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവർക്ക് വലിയ ലോസൊന്നും വരില്ല. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ ലോസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരും. പിന്നെ ഉണ്ടായിരുന്നത് 25,150 C ആണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൂടി കൊടുത്തിട്ടുള്ള ഒരു ലെവലാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 ലെവൽ നിങ്ങൾക്ക് ഫസ്റ്റേ കിട്ടും. ഗ്രൂപ്പിൽ ഞാൻ ഓരോ ലെവലിൽ സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്ത് പോവുക ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ 2 കിട്ടും. അപ്പോൾ 2 നമുക്ക് ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. ഒന്ന് 104 ഒന്ന് 139. 104 നമുക്ക് ഒരു അഗ്രസീവ് എൻട്രി ആണ്. 4 പോയിന്റ് മുകളിലാണ് നിങ്ങൾക്ക് കിട്ടുക. അതെടുക്കാത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത്തെ എൻട്രി അത്യാവശ്യം ഒരു വ്യത്യാസം നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡാണ്. അതാണ് ഇതിന് 5 പോയിന്റ് പോയിട്ടുണ്ട്. ഞാനത്തെ ട്രേഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിലൊക്കെ അഗ്രസീവ് എൻട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് SL ഇടുമ്പോൾ ഇത്തിരി കൂട്ടിയിടേണ്ടി വരും. താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ 10 പോയിന്റ് SL തന്നെ ഇട്ടിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് സംഭവം നമുക്ക് കാര്യം അവിടെ ട്രേഡ് ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളില്ല. നമുക്ക് SL പ്രോപ്പറായിട്ട് ഇടുക എന്നുള്ളത് ചെയ്യാനുള്ളത്. അത് 47 പോയിന്റാണ് പോയിക്കണത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെയും ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങേണ്ട പെട്ടെന്ന് കയറുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിലേക്ക് പോകുന്നു, തിരിച്ചപ്പോൾ തന്നെ എടുക്കുക എന്നുള്ളതല്ല. അടിയിലേക്ക് പോകുന്നു, കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്യണം. ഇത് അടിയിലേക്ക് പോകുന്നത് ഇവിടെയാണ് സസ്റ്റെയിനിങ് വന്നതാണ്, ഈ ഒരു ഭാഗത്ത്. അതിനുശേഷം കയറി കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി പിന്നെയും പ്രോഫിറ്റ് തന്നെയാണ് നിന്ന്. അതെടുക്കണമെന്ന് പറയണമെന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രം. ബേസിക്കലി ക്യാൻഡിൽസൊക്കെ നിൽക്കുന്നത് ഈ ലെവൽസിലാണ് കേട്ടോ. പിന്നെ ഉണ്ടാകുന്ന സെൻസസാണ്. സെൻസസിൻ്റെ ഒരു 196 പോയിൻ്റാണ്. 200 പോയിൻ്റാണ് സെൻസസിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് വരേണ്ടത്. സോ അത് വന്നിട്ടില്ല. നമുക്കൊരു 196 വന്നേക്കണത്. കണ്ടിന്യൂസ്ലി കിട്ടുന്ന ഒരു പോയിൻറ്റ്സാണ്. നമുക്ക് 10 എണ്ണി അവർ അത്യാവശ്യം നല്ല പോയിൻറ്റ്സിൽ വരും, മനസ്സിലായില്ലേ? 10 മിനിറ്റ് ഹോൾഡ് ചെയ്തവർ. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടെ ഒരു സസ്റ്റെയിനിങ് ടൈം കിട്ടണില്ലേ, അപ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ അടിയിലേക്ക് ക്യാൻഡിൽ പോയി തിരിച്ചും കയറുന്നുണ്ട്, പക്ഷേ ഇവിടെ ആക്ടിവേഷൻ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതാണ് സെൻസസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇത്രയും കാര്യമാണ് നടന്നത്. ഇന്നൊരു 4 ട്രേഡ് കിട്ടി. അതിൽ 2 അടിപൊളി ട്രേഡ് തന്നെയായിരുന്നു. സെൻസസ്, നിഫ്റ്റി, ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഏതാണെങ്കിലും അത് അടിപൊളി ട്രേഡായിരുന്നു. ഇനിയിപ്പോൾ സൈഡിലേക്ക് എടുത്തവർക്ക് 10 മിനിറ്റ് അത് എക്സിറ്റ് അടിക്കേണ്ടി വരും. അത് ഒന്നെങ്കിൽ ചെറിയ ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് 10 പോയിന്റ് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കാൻ നിർബന്ധമില്ല. ഈ പറഞ്ഞ ചെറിയ ലോസ് എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഹോൾഡ് ചെയ്യണമെങ്കിൽ അർത്ഥമില്ല ട്രേഡിങ്ങിൽ, മനസ്സിലായില്ലേ? ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ഹോൾഡിങ് ടൈം ഒക്കെ ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഒരു ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. ബാക്കി പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഫർദർ ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ പ്രോഫിറ്റിലാണെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതും കോസ്റ്റ് ഇട്ടിട്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്, എന്താണ് കോസ്റ്റ് എന്ന്. അതായത് നിങ്ങൾക്കൊരു 100 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു, 100-ലാണ് നിങ്ങളുടെ എൻട്രി കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇടുന്ന പോയിന്റ് 90 പോയിന്റാണ് SL ഇടുക. ഈ 90 പോയിന്റിനെ നമ്മൾ കയറ്റി വയ്ക്കുക. അതായത് എങ്ങനെ കയറ്റി വയ്ക്കണം? 100 പോയിന്റ് നമ്മൾ മേടിച്ചു, 100 രൂപയ്ക്ക് നമ്മൾ മേടിച്ചു. ഈ 100 പോയ സാധനം ഒരു 115ലേക്ക് പോയി. അപ്പോൾ നമ്മൾ 15 രൂപ പ്രോഫിറ്റിലാണ്. ഈ പ്രോഫിറ്റിലാവണ നേരത്താണ് ഈ കോസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി വരേണ്ടത്. അപ്പോൾ നമുക്ക് SL ഇല്ല, നേരെ ബൈയിങ് പ്രൈസിൽ കൊണ്ടിട്ട് SL വയ്ക്കുക ചെയ്യണത്. അപ്പോൾ പിന്നെ ടോട്ടൽ അവിടെ സേഫാണ്, നിങ്ങളേന്നൊന്നും പോകാല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അതിനും കുറച്ച് കൂടിയും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് DM ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാ ദിവസവും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ കേട്ടിട്ട്
പുതുതായിട്ട് കയറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ, കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. മാർക്കറ്റിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാൻഡിൽസിന് മൂവ്മെൻറ്റ് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാലാണ് ഇതിലെന്തെങ്കിലും സസ്റ്റെയിനിങ് നടക്കുള്ളൂ, ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ആകെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ആ 2 മൊമെൻറ്റും സെൻസസിലും നിഫ്റ്റിയിലും നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവരുണ്ടാവും, മനസ്സിലായാലും വേറെ നോക്കിയിരുന്നാലേ കിട്ടുള്ളൂ. ഞാൻ കൊടുത്ത പ്രൈസാണ് എന്നെ. പിന്നെ പ്രശ്നമില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാനുള്ള പോസ്റ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ 7:30 8 മണിക്ക് കണ്ട് ഇട്ടിട്ടുള്ളതാണ്. അത് 104 ഒരു എൻട്രി, 139 എൻട്രി, ഈ 2 എൻട്രി വരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്ത് നിങ്ങൾക്കും ഈസിയായിട്ട് പ്രോഫിറ്റൊക്കെ എടുക്കാൻ പറ്റും. മുൻകൂട്ടിയിട്ട് തന്നെ എല്ലാവരും തീരുമാനിച്ചിരിക്കുക, പ്രഡിക്റ്റ് ചെയ്തിട്ടല്ല, നമുക്ക് ഓൾറെഡി തീരുമാനിച്ചിരിക്കുക. അതിൻ്റെ മുകളിൽ വരുന്ന നേരത്ത് ഇന്ന സിനാരിയോ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കും, മനസ്സിലായാലും അത്രേ ഉള്ളൂ കാര്യം. അവിടെ എത്തിക്കഴിഞ്ഞാലുള്ളൂ നമ്മൾ ചിന്തിക്കല് ട്രേഡ് എടുക്കണോ വേണ്ടെന്നൊക്കെ. അതിൻ്റെ മുമ്പ് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അത് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ. ഇപ്പോൾ സി ആണെങ്കിലും ബി ആണെങ്കിലും നമുക്ക് ഓരോ എൻട്രികളുണ്ട്, അവിടുത്തെ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. അതുവരെ വെറുതെ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, അതിൽ കുറച്ചും കൂടി അപ്ഡേറ്റ്സ്, കുറച്ചും കൂടി നോളജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ ഒന്ന് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.